ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വരുണ്ടാകുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ചീന മാഡത്തിൻ്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നലെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി മരിക്കുന്നതാണ്. രാജീവ് ഗാന്ധിയെ ബോംബ് സ്ഫോടനത്തിൽ അങ്ങനെ മരിക്കുന്നതാണ്. ചിലപ്പോൾ ഞാനത് വിചാരിച്ചത് ഇനിയിപ്പോൾ ചീന മാഡത്തിനെ പ്രതാപൻ സാറ് ഇങ്ങനെ ബലിയാടാക്കിയതാണോ, അതിനെക്കുറിച്ചാണോ ഈ വീഡിയോ. പക്ഷെ ഒന്നും പറഞ്ഞില്ല. രാജീവ് ഗാന്ധിയുടെ ആ ഒരു നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വിചാരിച്ചു ഇവർക്ക് വല്ല ബോധം വന്നോ എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ തെറ്റിച്ചിട്ട് ഇന്ന് ഇതിപ്പോൾ 19 മിനിറ്റ് മുമ്പേ പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അത് മാതൃഭൂമിയിലെ ആ ഒരു വാർത്തയെക്കുറിച്ചാണ്. ഹൈറിച്ച് തട്ടിപ്പ് 1630 കോടി എന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവത്തിനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എല്ലാം നിഗമനം മാത്രമാണ്, കണക്കും മുട്ടുന്നില്ല, ആർക്കോ വേണ്ടി എടുക്കുന്നു ഇവിടെയുള്ള ചിലർ. അതാരാണെന്ന് പറയാനുള്ള എത്ര ആൾക്കാരുണ്ട്? 1,80,00,000 ആൾക്കാരുണ്ട്. എന്നിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് എന്ന്. പിന്നെ എടുത്തു പറയേണ്ട മാഡത്തിൻ്റെ ഒരു സൂപ്പർ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 1630 കോടി എന്ന് പറഞ്ഞതിലാണ് മാഡത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. മാഡത്തിൻ്റെ പ്രശ്നം 1630 കോടി എങ്ങനെയാണ് വരുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ 1,80,00,000 എന്നുള്ളത് ശരിയായ കണക്കല്ല എന്നും 1,63 ഐഡികളാണ് ഉള്ളത് എന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1,63,00,000 ആൾക്കാർ 10,000 വീതം ഡിജിറ്റൽ ID എടുത്തു കഴിഞ്ഞാൽ വരുന്നത് 16,300 കോടിയാണ് എന്നുള്ള ആ ഒരു സംഖ്യയാണ് വരിക. അപ്പോൾ അവിടെയാണ് മാഡം തിരുത്തിയിരിക്കുന്നത്. ചീന മാഡം തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. 1630 കോടി രൂപയല്ല നമ്മൾ തട്ടിച്ചിരിക്കുന്നത്, 16,300 കോടി രൂപയാണ് തട്ടിച്ചത് എന്നാണ് മാഡം പറഞ്ഞു വരുന്നത്. എന്നാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്നാലും ഇതിപ്പോൾ ഒരു ചെറിയ പെറ്റി കേസിൽ അകപ്പെട്ട ആളോട് പോലീസിൻ്റെ അടുക്ക് പോയാലും പറയുകയാണ്, ഞാൻ പെറ്റി കേസ് മാത്രമല്ല, ഞാനൊരു കൊലപാതകയും കൂടിയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഈ 1630 കോടിയല്ല നമ്മളെ കമ്പനി മണി ചേഞ്ച് ചെയ്തത്, അത് 16,300 കോടി രൂപയാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച മാഡത്തിനെ അഭിനന്ദിക്കുന്നു. ഞാനൊന്ന് നിന്നിട്ട് അഭിനന്ദിക്കുന്നു. അപ്പോൾ പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ ഇത്തരത്തിലുള്ള നമ്മുടെ തട്ടിപ്പിൻ്റെ കണക്ക് ഇത്രയും വ്യക്തമായിട്ട് ചേച്ചിയുടെ ഇത്ര 14,000-ഓളം വരുന്ന ഫോളോവേഴ്സിനോട് വിളിച്ച് പറയാനുള്ള ധൈര്യം വേറെ ആർക്കുണ്ടോ? കഴിഞ്ഞ ദിവസം ഇവരുടെ അന്നത്തെ വെടിപൊട്ടിച്ച ഒരു ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബറാണ് അദ്ദേഹം നട്ടുച്ചയ്ക്ക് ഒരു 3 മണിക്കൊക്കെ വെടിപൊട്ടിച്ച ആളാണ്. മറ്റേ അന്നത്തെ കേസ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ചീന മാഡം നിങ്ങളൊക്കെ കേസ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വെടിപൊട്ടിച്ചിട്ടല്ലോ, ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ അത് ചീന മാഡത്തിന് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ്. ചീന മാഡത്തിന് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ ചീന മാഡത്തിൻ്റെ മെച്യൂരിറ്റി പിന്നെയും തിരിച്ചു വന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. മിണ്ടാതിരുന്നൂടെ? എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ? പോലീസിൻ്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ തിരുത്തൽ വരുത്താൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇതില്ല. അപ്പം നിങ്ങളൊരു മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഞാൻ 4, 3, 5 പറഞ്ഞു കഴിഞ്ഞാൽ അവരെഴുതുന്നത് അങ്ങനെയാണ്, ഇന്ന ആൾ പറഞ്ഞു 4, 3, 5 എന്ന്. അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ പാടില്ല, 4, 3, 5 അല്ലല്ലോ, 4, 3, 7 അല്ലേ, അത് ഞാൻ തിരുത്തിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അത് അവരുടെ രേഖയാണ്, അവർ പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിങ്ങനെ തെറ്റാണ് അങ്ങനെയൊക്കെ. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴി, ഇത് പോലീസ് കോടതിയിൽ കൊടുത്ത രേഖയാണ്, അതിൽ തിരുത്താൻ പറ്റില്ല. ആ രേഖ ഇങ്ങനെയൊക്കെ പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് പത്രത്തിൽ വന്നത്. അതിൽ നമ്മൾ 16,000 കോടിയാണ്
കട്ടിരിക്കുന്നത്, നിങ്ങൾ വെറുതെ നമ്മളെ ചെറിയ ആളാക്കല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? എന്തായാലും നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിൽ, നമ്മുടെ SI കൊടുക്കുന്ന റിപ്പോർട്ടിൽ 24-ാം തീയതി കോടതി ചിലപ്പോൾ ഈ തിരുത്തൽ വരുത്തുമായിരിക്കും. കൂടാതെ ഈ 10,000 മാത്രമല്ല, നമ്മുടെ 5,000-ൻ്റെ ബോണ്ടുകളുണ്ടല്ലോ, ബോണ്ട് OTT ബോണ്ട്, അതും കൂടി ചേർക്കാൻ പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തട്ടിപ്പിൻ്റെ സംഖ്യ ഒരു 20,000 ടച്ച് ചെയ്യും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും 20,000 കോടിയുടെ തട്ടിപ്പാണ് നടത്തത് എന്നാണ് മാഡം പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷേ ഇങ്ങനെ നമ്മുടെ തട്ടിപ്പിൻ്റെ കണക്ക് ആരും കുറച്ച് കാണിക്കണ്ട എന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. നാളെ കേസില്ല എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഇവർ കേസൊക്കെ അപ്പീൽ കൊടുത്തൊക്കെ തിരിച്ചെടുത്ത് ഓടിയതാണ്. അപ്പോൾ ഇതിന് രജിസ്ട്രാറും അത്ര മാത്രമേ അതിന് പ്രാധാന്യം കൊടുക്കുള്ളൂ. അതൊന്നും ഉടൻ തന്നെ കേൾക്കാൻ സാധ്യതയില്ല. അപ്പോൾ ബൈ. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ബൈ.